അങ്ങനെ രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ, ഞാൻ നേരെ എൻ്റെ ഫ്രണ്ട് അഭി ഉണ്ടായിരുന്നു, അവൻ്റെ കൂടെ നേരെ കോഴിക്കോട് പോകാനാണ്, അവന് മെഡിക്കൽ എടുക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ വണ്ടി എടുത്ത് ഞാൻ നേരെ താഴേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് അവൻ്റെ കൂടെ കാറിൽ നമ്മൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. ഓക്കെ, ഇതുണ്ടല്ലേ നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ചെറുക്കം വരുന്നത് നോക്കി നിൽക്കണം. ഇതെൻ്റെ ഹോം ടൗണിൽ തന്നെ നമ്മുടെ ക്ലബ്ബുണ്ട് കേട്ടോ, അതിൻ്റെ ബേക്കിലാണ് നമ്മൾ വണ്ടി വെച്ചിരിക്കുന്നത്. അങ്ങനെ ചെറുക്കം വന്നു. നമ്മൾ നേരെ രാവിലെ തന്നെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്, നേരെ കോഴിക്കോട്. രാവിലെ ഒരു ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ പോകുന്നു കേട്ടോ. ഞാൻ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, അവനോട് ചോദിച്ചപ്പോൾ അവനൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നേരെ അടുത്തുള്ള ഹോട്ടലിലേക്ക് ഇടിച്ച് കയറ്റി അവിടെയുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ മേടിച്ച് കഴിക്കുക. അങ്ങനെ നമ്മൾ നേരെ കൈയെല്ലാം കഴുകി. ഇപ്പം നമ്മൾ വലിയ ഹെവി ആയിട്ടൊന്നും കഴിക്കുന്നില്ല കേട്ടോ, എന്തായാലും കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ അവിടെ പോസ്റ്റ് ആയിരിക്കും, അവിടെ നിന്ന് കഴിക്കാമല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ചായയും ഒരു പഴംപൊരിയാണ് കഴിക്കുന്നത്. അങ്ങനെ ചായയെല്ലാം കുടിച്ച് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതേ നമ്മൾ പോകാൻ പോകുന്ന വണ്ടി ബലേനോ, ഈ വണ്ടി കേട്ടോ നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് എടുത്ത വണ്ടിയാണ്. അപ്പോൾ നേരെ യാത്ര തുടങ്ങി. ഈ വഴി നേരെ ചെന്ന് കയറുന്നത് കുഞ്ഞിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ. അവിടെ നിന്ന് നേരെ ഹൈവേ പിടിച്ചാൽ നേരെ കോഴിക്കോട്ടേക്ക് പോവാം. ഇവിടുന്ന് സാധാരണ നമ്മളിങ്ങനെയാണ് പോകുന്നത് ടൗൺ ഏരിയയിലോട്ടൊക്കെ ആണെങ്കിൽ. പിന്നെ വേറെ വഴിയുണ്ട് കേട്ടോ, നമ്മൾ സാധാരണ ഈ വഴിയാണ്. ഇപ്പോൾ നല്ല ഹൈവേയുടെ പണിയെല്ലാം കാണാമല്ലോ, അപ്പോൾ അങ്ങനെ ഈ വഴി പോകുന്നു. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എത്തും കേട്ടോ, എന്തിയേ. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ഇത് കോഴിക്കോട് ബീച്ച് റോഡിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അവിടെ ഇറങ്ങി വീഡിയോ എടുക്കാനുള്ള സമയമൊന്നുമില്ലായിരുന്നു, മെഡിക്കലിന് പോകുന്നതുകൊണ്ട് ഓൺ ടൈമിൽ അവിടെ എത്തണം. അപ്പോൾ അതുകൊണ്ട് തിരക്ക് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫറൂഖിലാണ് എത്തേണ്ടത്, കൊയാസ് എന്നങ്ങാണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വരും. അപ്പോൾ അവിടെയാണ് എത്തേണ്ടത്. അവിടെ ചെന്നവിടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. നമ്മൾ നേരെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇതുണ്ടല്ലേ, എൻ്റെ അടുത്ത് ഡോക്യുമെൻ്റൊക്കെ തന്നിട്ട് 11 എങ്ങോട്ട് പോയോ ഞാൻ കണ്ടില്ല കേട്ടോ. അങ്ങനെ നേരെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ ചെന്നു. അവൻ അതിൻ്റെ ഉള്ളിലോട്ട് കയറി, ഞാനിവിടെ കട്ട പോസ്റ്റ്. അങ്ങനെ ഫോണിൽ എന്തൊക്കെയോ കോപ്രായം കാണിച്ചുകൊണ്ടിരുന്നു. പിന്നെ AC ആയതുകൊണ്ട് ചൂടൊന്നും അടിക്കണ്ടല്ലോ, ആ ഒരു സമാധാനം. അത് കഴിഞ്ഞ് അവൻ ഇറങ്ങി വന്നു. പിന്നെ അവന് ഉച്ച കഴിഞ്ഞിട്ടാണ് അടുത്ത ഷെഡ്യൂൾ. അപ്പം നമ്മൾ നേരെ അടുത്തുള്ള ക്യാൻറ്റീനിൽ പോയി നൈസായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ പോയി പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ ബാക്ക് ടു കാർ. അപ്പോൾ അതിൻ്റെ വന്ന അവിടെ കാറിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എല്ലാം കണക്ട് ചെയ്ത് ഒരു പട്ടിഷോകം വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ കിടന്നുറങ്ങാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഉറങ്ങണ്ട, ബോറടിക്കും, അതുകൊണ്ട് നമുക്ക് പറക്കുന്തളി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ പറക്കുന്തളിക പ്ലേ ആക്കി. ഞാൻ ക്യാമറ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി അവിടെ ഇവിടെ എല്ലാം കുറേ നോക്കി ഒരു ടൈം ലാപ്സ് എടുക്കാൻ വേണ്ടി. ഈ പറക്കുന്തളിക സിനിമയിൽ ഒരുപാട് കോമഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് കാണുന്ന ഒരു ടൈം ലാപ്സ് എടുക്കാൻ വേണ്ടി ക്യാമറ സെറ്റ് ചെയ്ത് ആൻഡ് ഫൈനലി ഏതോ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പറക്കുന്തളിക കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ സിനിമ കണ്ടൊരു പകുതിയാകുമ്പോഴേക്കും അവൻ്റെ സെക്കൻഡ് അപ്പോയിൻമെൻറ്റ് സമയമായി. അപ്പോൾ നേരെ അവൻ അങ്ങോട്ടേക്ക് പോയി. തിരിച്ചു വന്ന സമയത്ത് ക്യാൻറ്റീനിൽ നിന്നെന്തോ സമൂസ സംഭവങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ്. അപ്പോൾ അവൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ മെഡിക്കലിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ ബാക്ക് ടു ഹോം. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്നത് കുറ്റ്യാടി കൂടി വരാൻ വേണ്ടി കേട്ടോ. നല്ല ഹെയർപിന്നും ചോരമൊക്കെ ആയതുകൊണ്ട് നല്ല രസം അതിലേക്കൂടെ വരാൻ. അപ്പോൾ നേരെ അതിലേക്കൂടെ വരുന്ന സീനാണ് കാണുന്നത്. ഈ ഗൂഗിൾ മാപ്പ് കണ്ടില്ല, ഇത് മൊത്തം നമുക്ക് കയറിപ്പോകാനല്ലോ കേട്ടോ. 10-16 ഹെയർപിൻ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു ചുരത്തിൽ. അപ്പോൾ ഈ വഴി നേരെ വയനാട്ടിൽ ചെല്ലും. വയനാട്ടിൽ നമുക്ക് തൊട്ടടുത്താട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അടിപൊളി കേട്ടോ, വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. കുറേ ഹെയർപിന്നുണ്ട്, പിന്നെ അടിപൊളിയാണ് ഈ സ്ഥലം. ശരിക്കും ഈ സമയത്ത് പോകുന്നതിനെക്കാട്ടും നല്ലത് വയനാട്ടിൽ മഴക്കാലത്തൊക്കെ പോകണമെങ്കിൽ നല്ല രസമായിരിക്കും. അങ്ങനെ നമ്മൾ ചുരം കയറി മേലേക്ക്. അങ്ങനെ പോയി നമ്മൾ ഏകദേശം ചുരത്തിൻ്റെ ടോപ്പ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് വണ്ടിയെ സൈഡാക്കി. അവിടുന്ന് സൂര്യൻ നേരെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.